സിമ്പിൾ ടേസ്റ്റി പിസ്സ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. സിമ്പിൾ പിസ്സയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം കശ്മീരി മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, പിന്നെ ഒരല്പം ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കേട്ടോ, ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ അല്പം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മയണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ഓരോ പാത്രം എടുത്തിട്ട് അതിലൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്രെഡ് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഇത് നമ്മുടെ ഈ പാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ബ്രെഡ് ഇല്ലാത്ത ഭാഗമുണ്ട്. അവിടെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഇത് ഫുള്ള് റൗണ്ടാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേണ്ട ഈ ഒരു രീതിയിൽ ഞാൻ നമ്മുടെ പാത്രം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, സോസും മയണൈസും കൂടി, അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ, ഒരല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് മൊസറല്ല ചീസ് ഞാനൊന്ന് ചെറുതാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ ചിക്കനൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ചീസ് ഒന്ന് ചിക്കൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പിസ്സ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് പാനിൽ വെച്ചിട്ടും അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് വേണ്ടതുകൊണ്ട് ഞാൻ ഓവനിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനി ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആവും. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ഉണ്ടോ എന്ന് മക്കളോട് ചോദിക്കാം. അപ്പോൾ നോക്ക്, നമ്മളെ ബ്രെഡ് പിസ്സ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ചൂട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? സംഭവം ടേസ്റ്റ് ഉണ്ടോ? ഒരു സിമ്പിൾ ടേസ്റ്റി പിസ്സ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.